ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പം ഇത് നമ്മുടെ പനാമ പസഫിക് എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ് കേട്ടോ. അപ്പം നല്ല സുന്ദരിയായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. മഴയാണെങ്കിലും നല്ല ഭംഗിയില്ലേ അതിൻ്റെ നല്ല റെഡ് കളറുള്ള അല്ലികളൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ ചിലർ കാണുമ്പോൾ ഓർക്കും ഇത് ബ്ലൂ വിസിൽ പോലെ തന്നെയാണ് ഈ ഫ്ലവർ ഇരിക്കുന്നത്. പക്ഷേ ബ്ലൂ വിസിലിൻ്റെ അല്ലികൾ മഞ്ഞ കളറാണ്, ഇതിൻ്റെ അല്ലികൾ റെഡ് കളറാണ്. കണ്ടോ നല്ല ഭംഗിയില്ലേ. മഴയിൽ കുളിച്ച് നിന്നിട്ടും അവൾ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കർണ എന്ന ട്രോപ്പിക്കൽ ലോട്ടസിനെയാണ് കേട്ടോ. അപ്പോൾ കർണയുടെയൊക്കെ വീഡിയോ ഒരുപാടുണ്ടെങ്കിലും ഞാനിതുവരെ കർണ ലോട്ടസിൻ്റെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം കർണ ലോട്ടസിനെ പറ്റി അറിയത്തില്ലാത്തവർ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കയറി കാണുക. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ കർണ ലോട്ടസിൻ്റെ ടബ് കേട്ടോ. കർണയുടെ ഫ്ലവർ ഞാൻ കാണിക്കാം. വാവ്, നോക്ക്. മഴ കാരണം ഇങ്ങനെ കൊമ്പിട്ട് നിൽക്കുകയാണ്. വലിയൊരു പൂവാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഫ്ലവർ കളറ് തന്നെയാണ് ഈ കർണ ലോട്ടസിന് കേട്ടോ. ഒരു പ്രത്യേക പിങ്ക് കളറാണ്, ഡാർക്ക് പിങ്ക്. കുറച്ചുകൂടെ അടുത്ത് വന്ന് കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഉൾഭാഗം. നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. അപ്പോൾ കർണ ലോട്ടസ് നമ്മുടെ ലോട്ടസുകളുടെ കൂട്ടത്തിലെ ഒരു ആണുങ്ങളുടെ പേരുള്ള ഒരു ലോട്ടസാണ് കേട്ടോ. അപ്പം കർണൻ. അപ്പം ഈ ലോട്ടസിന് ഇതിൻ്റെ ഇതളുകളുടെ അറ്റത്ത് കർണൻ്റെ കർണാഭരണങ്ങൾ പോലുള്ള ഒരു കവചകുണ്ടലമുണ്ട്. അതാണ് ഈ വൈറ്റ് പോർഷൻ. അതുകൊണ്ടായിരിക്കും ഇതിന് കർണ ലോട്ടസ് എന്ന് പേര് വന്നത് കേട്ടോ. വലിയ പൂവാണ്, അതുകൊണ്ട് ഭാരം കാരണം മഴയാണ് രാവിലെ തൊട്ട്, അതുകൊണ്ട് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ടും തേനീച്ചക്കുട്ടി അതിനകത്തിരുന്ന് തേൻ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കർണ ലോട്ടസ്. കർണ ലോട്ടസ് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇത്ര മഴ പെയ്തിട്ടും അതിന് പൂക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പുതിയ മൊട്ട് വരുന്നുണ്ട് കണ്ടോ. പൊതുവേ നല്ല ഹൈറ്റിൽ പോയിട്ട് വിടരുന്ന ലോട്ടസാണ് കർണ. കാവേരിനെക്കാട്ടിലും ഫ്ലവറിങ് കപ്പാസിറ്റി കൂടുതലാണ് കർണയ്ക്ക്. ട്രോപ്പിക്കൽ ലോട്ടസുകൾ പലതും ഉണ്ടെങ്കിലും മഴക്കാലത്തൊക്കെ ധാരാളമായിട്ട് ഫ്ലവർ ചെയ്യുന്ന ലോട്ടസുകൾ കുറവാണ്. മഴക്കാലത്തും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയിൽപ്പെട്ട ലോട്ടസാണ് നമ്മുടെ കർണ ലോട്ടസ് കേട്ടോ. കർണയുടെ പൂ എത്ര വലുതാണെന്ന് നോക്കി. ഇങ്ങനെയാണ് കർണയിലെ എല്ലാ പൂക്കളും നല്ല വലുപ്പത്തിലാണ് ഉണ്ടാകുന്നത് കേട്ടോ. കർണ ട്യൂബർ തരികയും ചെയ്യും കേട്ടോ. ഞാൻ RR ലോട്ടസിൽ നിന്നാണ് കർണ ലോട്ടസിൻ്റെ ട്യൂബർ വാങ്ങി പോട്ട് ചെയ്തത്. ആ പോട്ട് ചെയ്തിട്ട് അന്ന് തൊട്ട് ഇന്നോളം എനിക്ക് പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട ഒരു ലോട്ടസാണ് കർണ. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. പാത്രത്തിൽ നിന്ന്, ടബിൽ നിന്ന് ഒരുപാട് ഹൈറ്റിലാണ് നിൽക്കുന്നത് കർണയുടെ പൂവ്. ഇനി വരുന്ന മുട്ട് ഇപ്പം ഇത്രയും പൊക്കം വന്നിട്ടുണ്ട് ടബിൽ നിന്ന്. ഇതിൻ്റെ വളർച്ച ഒട്ടുമായിട്ടില്ല. ഇതും ധാരാളം ഒരു 6-7 അടി ഹൈറ്റിൽ വന്നിട്ട് വിടരും കണ്ടോ. ഇത്രയും പൊക്കത്തിൽ വന്നിട്ട് മൊട്ട് ചെറുതാണ്. ഇനി മൊട്ട് ഒരുപാട് വളരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് നല്ല ഹൈറ്റ് വയ്ക്കും. അപ്പം നല്ല വലിപ്പമുള്ള ഇലകളും നല്ല വലിപ്പമുള്ള പൂക്കളും ഒക്കെ തരുന്ന നല്ലൊരു ലോട്ടസാണ് നമ്മുടെ കർണ ലോട്ടസ്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറയാൻ കാരണം ഈ മഴക്കാലത്തും പൂക്കൾ തരുന്നു, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ തേനീച്ചക്കുട്ടന്മാരൊക്കെ വന്ന് തേൻ കുടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, മഴ ആയതുകൊണ്ടാണ് കർണ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നല്ല മലർക്ക വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. ഈ കർണ ലോട്ടസിൻ്റെ പെറ്റൽസുകളുടെ അഗ്രഭാഗത്ത് കാണുന്ന വൈറ്റ് പോർഷൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ്. പിന്നെ നല്ലൊരു കളറുമാണ് കേട്ടോ. സീഡ് പോഡോട് കൂടിയാണ് കർണ ഇന്ന് വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഈ കർണ ലോട്ടസിൻ്റെ ട്യൂബർ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇത് കർണ ലോട്ടസിൻ്റെ മറ്റൊരു ടബാണ് കേട്ടോ. ഇതിൽ ട്യൂബർ ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്യൂബർ എടുത്ത് തരുന്നതായിരിക്കും. അപ്പം ഫ്ലവർ കണ്ടോ നിങ്ങൾ. ഇത്രയും മനോഹരമായിട്ടുള്ള ലോട്ടസ് നിങ്ങളുടെ വീട്ടിൽ വിടരണമെങ്കിൽ നിങ്ങൾ ട്യൂബർ ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മുടെ കർണ ലോട്ടസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.